ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബിയർ മാർക്കറ്റൊക്കെ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിയർ മാർക്കറ്റ് എല്ലാം സർവൈവ് ചെയ്ത് വീണ്ടും ഒരു ബുൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഹാക്ക് ഇന്ത്യൻ എക്കോസിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ടോപ്പ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള വെസറെക്സിൽ ഏകദേശം 235 മില്യൺ വർത്ത് സ്ക്രിപ്റ്റോ ആണ് സ്റ്റോൾ ഉള്ളത്. അത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒരുപാട് പേര് അഫക്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. ഈ വീഡിയോ കാണുന്നത് ഇത്ര പേര് അഫക്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. അഫക്റ്റ് ആയവരൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ല, അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഈ ഫണ്ട് ഹാക്കായി പോയതൊഴികെ ബാക്കിയുള്ള ഫണ്ട്സ് അവർ പറയുന്നത് ഏകദേശം 45% ഫണ്ട് ഹാക്കായി, ബാക്കി 55% ഫണ്ട് അവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിലും നമ്മൾ ഓൺ ചെയിൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരു കറക്റ്റ് വ്യക്തത ഇല്ല. കുറച്ച് നമ്മൾ മൊത്തം ഒരു മുൻകൂട്ടി പറഞ്ഞു, ഒരു പ്രൂഫ് ഓഫ് റിസർവ് എന്ന് പറഞ്ഞ് കൊടുത്ത ഫണ്ടും അതല്ലാണ്ട് പറയുന്നത്. പ്രൂഫ് ഓഫ് റിസർവ് അനുസരിച്ച് നോക്കുമ്പം ഹാക്കായത് 50% കൂടുതൽ ഹാക്കായിട്ടുണ്ട്. പക്ഷേ അവർ പറയും ഞങ്ങൾക്ക് അതിലും കാരണം കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. സോ അവിടെ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എനിവേ അത് ഭയങ്കരമായി ഹാക്കായിപ്പോയി ഒരുപാട് പേര് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാമെന്നുള്ളതും അത് ലോക്കായി കിടക്കുന്നു. കുറേ ആൾക്കാരുടെ ഫണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. സോ അവർക്ക് അത് എങ്ങനെ വിഡ്രോ ചെയ്തെടുക്കാമെന്നൊക്കെ കുറച്ച് സൊല്യൂഷൻസ് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് വീഡിയോ ആണ്. അല്ല, അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ 3 പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു 100 രൂപയ്ക്ക് ബിറ്റ് കോയിനോട് വാങ്ങിയിട്ടുണ്ട് വിചാരിക്കാം. ഇപ്പം ബാസിലിക്സിനകത്ത് ഓഫ് നമുക്കറിയാം എത്തീരിയം ചെയിനാണ് ഹാക്ക് ചെയ്യപ്പെട്ടേക്കുന്നത്, ബിറ്റ് കോയിൻ റിലേറ്റഡ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ 100 രൂപ ബിറ്റ് കോയിൻ വാങ്ങി നിങ്ങളുടെ ഒന്നും ഹാക്ക് ആയിട്ടില്ല, നിങ്ങളുടെ ക്രിപ്റ്റോസ് ഒന്നും ഹാക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് 55% നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് തരും, ബാക്കി 45% അവിടെ ലോക്കായിരിക്കും. അതായത് 100 രൂപയുടെ ബിറ്റ് കോയിൻ 55 രൂപയുടെ ബിറ്റ് കോയിൻ നിങ്ങൾക്ക് വീണ്ടും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും ബാസിലിക്സിനകത്ത്. 45 രൂപയ്ക്കുള്ള ബിറ്റ് കോയിൻ അവിടെ തന്നെ ലോക്ക് സ്റ്റേറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ 100 രൂപയുടെ 100 രൂപയുടെ ബിറ്റ് കോയിൻ നിങ്ങൾ വാങ്ങി 100 രൂപയുടെ ഏതെങ്കിലും എത്തീരിയമോ അല്ലെങ്കിൽ ആ ഹാക്കായിപ്പോൾ ഏതെങ്കിലും ടോക്കണോ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ 50% ഫണ്ട് പോയിട്ടുണ്ട് വിചാരിക്കുക. ബാലൻസ് നിങ്ങളിൽ 50 രൂപ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിലും ഇതേ സിനാരിയോ തന്നെയാണ്. 50 രൂപയിൽ 55% നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ള 45% അവിടെ ലോക്ക് സ്റ്റേറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ലോക്ക് സ്റ്റേറ്റ് എപ്പോഴാണ് മീൻസ് അൺലോക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയാം. ഇവർ എത്രത്തോളം ഫണ്ട് റിട്രീവ് ചെയ്തെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും മെല്ലെ അൺലോക്കിൽ നിന്ന് മെല്ലെ കൊടുക്കുക എന്നാണ് പറയുന്നത്. സോ ആ ഒരു എങ്ങനെ വേണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഒരു പോളും വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചും കൂടി പറയാം. സോ ഈ ഒരു ക്രിപ്റ്റോൻ്റെ കേസ്, ഈ ഒരു ബിറ്റ് കോയിൻ വാങ്ങിയിട്ട് നിങ്ങൾ അൺഎഫക്റ്റഡ് ആണ്, നിങ്ങളുടെ ക്രിപ്റ്റോ ഹാക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള സൊല്യൂഷനും ക്രിപ്റ്റോ ഹാക്ക് ആയിട്ടുണ്ടെങ്കിലും ഒരേ സൊല്യൂഷൻ തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ 55% നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, ഏത് ടോക്കണിലും 55% നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ് പോളായിട്ട് കൊടുത്തേക്കുന്നത്. അതിൽ ഏത് വേണമെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിപ്റ്റോ ഒന്നുമില്ല, വാസിലിക്സിനകത്ത് നിങ്ങളുടെ ജസ്റ്റ് 100 രൂപ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാം, ട്രേഡ് ചെയ്യാം, അതിൽ പ്രശ്നമില്ല. അത് എനേബിൾഡ് ആണ്, ആ വിഡ്രോ എനേബിൾഡ് ആണ്. ക്രിപ്റ്റോയും കേസ് മാത്രമാണ് ക്രിപ്റ്റോ വിഡ്രോയിലാണ് ഇപ്പം താൽക്കാലികമായിട്ടൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് വെച്ചേക്കുന്നത്. ഇനി പോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവർ പോളിൽ കൊടുത്തേക്കുന്നത് വെച്ചാൽ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിഡ്രോവലിൻ്റെ കേസിലാണ് മെയിൻ പോൾ കൊടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 55% ഫണ്ട് അൺലോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ 55% ഫണ്ടും നിങ്ങളിപ്പം വിഡ്രോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എനിക്കിപ്പം വിഡ്രോ ചെയ്തതിനും കാര്യമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാം. 55% ഫണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാം വാസിലിക്സിനകത്ത്. അറ്റ് ദ സെയിം ടൈം ഇവരെന്താണ് പറയുന്നത് വെച്ചാൽ, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് ഫണ്ട് എങ്ങനെയെങ്കിലൊക്കെ സെക്യൂരിറ്റി ഒക്കെ കൺസേണൊക്കെ വെച്ച് റിട്രീവ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിട്രീവ് ചെയ്തെടുത്ത ഫണ്ട് ഈ 40% അൺലോക്ക്ഡ് ആവുക. അൺലോക്ക്ഡ് നിങ്ങളിലേക്കായിരിക്കും, ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്ത ആൾക്കാർക്കായിരിക്കും മെല്ലെ കുറച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു 200 രൂപയാണ്, അല്ലെങ്കിൽ കുറച്ച് ഫണ്ടാണ് നിങ്ങൾ 45 രൂപ, 100 രൂപയിൽ 55 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, ബാക്കി 45 രൂപയാണ് എന്നുള്ളത് വിചാരിക്കുക. അതിനകത്ത് നിന്ന് കുറച്ച് ഫണ്ട് റിട്രീവ് ചെയ്താൽ നിങ്ങൾക്ക് 5 രൂപ 10 രൂപയായിട്ട് നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് തരുന്നുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തവർക്കായിരിക്കും തരുന്നുണ്ടാവും. കാരണം അവർ ആ ബാക്കി അൺലോക്ക് ചെയ്ത ഫണ്ട് വെസറെക്സിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കി റിട്രീവ് ചെയ്തെടുത്ത ഫണ്ട് മെല്ലെ ഇവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിട്ട് ചെയ്യുമെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്, ഒന്നാമത്തെ പോളിൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ പോളെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എനിക്കിനി ഒന്നും വേണ്ടപ്പോൾ ഉള്ളതൊക്കെ പോയി, ഇനി എനിക്ക് കിട്ടിയ ഫണ്ട് മതി, ഇനി അത് കിട്ടുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം 55% അൺലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അവിടെ വേറൊരു ക്യാച്ച് ഉണ്ട്. നിങ്ങൾക്ക് മെല്ലെ അവർ ഓരോ പ്രോസസ്സ് വരും. ചിലപ്പം ഒരു ദിവസം ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും, ആ ലിമിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. പക്ഷേ പിന്നീട് ഫണ്ട് റിക്കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് കിട്ടില്ല. ചിലപ്പം 235 മില്യൺ ഫണ്ട് പോയി, അതിൽ ചിലപ്പോൾ 100 മില്യൺ ഫണ്ടായിരിക്കും അത് റിട്രീവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മറ്റുള്ളവരൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് മീൻസ് ഹാക്കായി പോയിട്ടുള്ള ഫണ്ട് നിങ്ങൾക്ക് മെല്ലെ തരുള്ളൂ എന്നാണ് അവർ പറയുന്നത്. സോ ഇതൊക്കെ പറഞ്ഞാലും ഫസ്റ്റത്തെ ഓപ്ഷൻ നല്ലതാണെന്ന് പറഞ്ഞാലും എല്ലാവരും സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്തായാലും പോയി, ഇത്രയും പൈസ പോയി, കിട്ടുന്നത് ലാഭം, കിട്ടുന്നത് പോയത് എന്തായാലും നഷ്ടം. അപ്പോൾ നഷ്ടം നികത്താൻ വെച്ചിട്ടുള്ള എല്ലാവരും 55% റിലീസ് അപ്പം തന്നെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഏകദേശം 70% പേരും ആ ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. സോ എന്താവും എന്നറിയില്ല, ഫൈനൽ പോൾ എന്താവും എന്നറിയില്ല. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് ഇപ്പോൾ നമ്മൾ 45% വിഡ്രോ ചെയ്തതൊക്കെ പറയും. ഇപ്പോൾ നിങ്ങളിപ്പം
കുറേ ആൾക്കാർ ഷിബായിനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോക്കൺ ഭയങ്കര ബുള്ളിഷാണ് എന്ന് കരുതി അത് വാങ്ങി വെച്ചതായിരിക്കും. പക്ഷേ ഇവർ 40% അൺലോക്ക് ചെയ്ത് കൊടുക്കുന്ന ടോക്കൺ ഒരിക്കലും ഷിബായിനും ആയിരിക്കില്ല. അത് അവർ ഏതെങ്കിലും ഒരു ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യും. മേ ബി ബിറ്റ് കോയിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോക്കണായി കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. സോ നിങ്ങൾ അവിടെ വാങ്ങി വെച്ച ഒരു കുറച്ച് കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി വാങ്ങി വെച്ച ടോക്കൺസൊക്കെ അതിൻ്റെ ഒന്നും ഒരു കാര്യത്തിൽ ഇവർ വ്യക്തത ഇനിയും വരുത്തിയിട്ടില്ല. സോ അത് ആക്ച്വലി നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് ഭയങ്കരമായിട്ടൊരു ബാധകമാവുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഞാനിത് മറക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ നിങ്ങളുടെ ഈ വേസറെക്സിനകത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര ഫണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് ഒരു 55. ഇപ്പോൾ നിങ്ങളുടെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലാവുന്നത് ഒരു സ്നാപ്ഷോട്ട് എടുത്തിട്ടായിരിക്കും. സോ ആ സ്നാപ്ഷോട്ടിൻ്റെ ബേസിസിലാണ് ഇവർ നിങ്ങളുടെ ഫണ്ട് അൺലോക്ക് ചെയ്ത് തരും, ലോക്ക് ചെയ്ത് തരുന്നത്. അപ്പം ആ സ്നാപ്ഷോട്ട് എപ്പോഴാണ് എടുത്തേക്കുന്നത് വെച്ചാൽ ഹാക്ക് നടന്നത് 18 ജൂലൈ ആണ്. പക്ഷേ അതിനുശേഷം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സൊക്കെ മറ്റേ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സും മറ്റുള്ള INR ഡെപ്പോസിറ്റ്സൊക്കെ എനേബിൾ ചെയ്തിട്ട് ട്രേഡിങ്ങും എനേബിൾ ചെയ്തു. വിഡ്രോവൽസ് മാത്രം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഹാക്കായി എന്ന് പറയുമ്പോൾ കുറേ രീതിയിൽ പാനിക് സെല്ല് വന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ള പ്രൈസ് എല്ലാം ഭയങ്കരമായിട്ട് ഡംപായി പോയിരുന്നു. അപ്പം ഒരു മാറ്റിക് ഇപ്പോൾ USDT ഇപ്പം 85 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന സാധനം അവിടെ 70 രൂപ 72 രൂപയ്ക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് അവസരം എന്ന് കൊണ്ട് കുറേ പേര് വാങ്ങിയിട്ടുണ്ട്. ഡെപ്പോസിറ്റ് അവൈലബിൾ ആയതുകൊണ്ടും ട്രേഡിംഗ് അവൈലബിൾ ആയതുകൊണ്ടും കുറേ പേര് അത് വാങ്ങിയിരുന്നു. പാനിക് ആയതുകൊണ്ട് കുറേ പേര് അത് സെല്ലും ചെയ്തത്. അപ്പം നമുക്ക് ആ സമയത്തുള്ള 21 ജൂലൈയുടെ സ്നാപ്ഷോട്ട് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫണ്ട് തരിക എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഹാക്ക് നടന്ന് ഒരുപാട് പേര് പാനിക്കായിട്ട് ഉണ്ടായിരുന്ന അസറ്റ്സിൻ്റെ ഒക്കെ പ്രൈസ് താഴത്തേക്ക് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇവർ തരുമ്പോൾ കറക്റ്റ് മാർക്കറ്റ് പ്രൈസിനനുസരിച്ചുള്ള പൈസ അല്ല തന്നെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓൾറെഡി നല്ല നഷ്ടമാണ് വരാൻ പോകുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് യൂസേഴ്സിന് പ്രശ്നങ്ങളാണ്. എന്തായാലും ഹാക്കിംഗ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അത് ഭയങ്കരമായിട്ടൊരു എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ വീണ്ടും ഇവരുടെ ഭാഗത്ത് ഒരു പക്കയായിട്ടുള്ളൊരു ഡിസിഷൻ, എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള യൂസേഴ്സിന് ഈ ഹാക്ക് അനുഭവിച്ച അവരെ വിശ്വസിച്ച് അവരുടെ എക്സ്ചേഞ്ചിനകത്ത് പൈസ ഇട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളൊരു ഓപ്ഷനല്ല അവർ കൊടുത്തേക്കുന്നത്. അവരിൽ വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷേ എങ്ങനെയായാലും എഫക്റ്റ് ആയത് നമ്മൾ തന്നെയാണ്. അതിനകത്ത് ഹാക്ക് മീൻസ് ആ ഫണ്ട് യൂസ് ചെയ്തവർ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ പറ്റും, അൺഫോർച്ചുനേറ്റ്ലി പറയാൻ പറ്റും അറിയില്ല. ഞാൻ ആ ബെസറെക്സിനകത്ത് അധികം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. CoinDCX തന്നെ. ഇനിയിപ്പം ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് എന്താ ചെയ്യാമെന്നറിയില്ല. ഓഫ് കോഴ്സ് എന്നെല്ലാം സ്പ്ലിറ്റഡ് ചെറിയ ചെറിയ ഫണ്ട്സ് ആയതുകൊണ്ട് ഒരു ഒറ്റത്തിലും വലിയ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വാലറ്റിലേക്കോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് അങ്ങനെ ഏതെങ്കിലും മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർ വാലറ്റ്സിലേക്ക് മന്ത്ലി വൈസ് ചേഞ്ച് ചെയ്യാമെന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങി ചെറിയ ചെറിയ ടോക്കൺസ് എല്ലാം ഇടേണ്ടി വരും. സോ അതെങ്ങനെയാണ് നിങ്ങളെങ്ങനെ അങ്ങനെ ചെയ്യുക? സെൽഫ് കസ്റ്റഡി ഈസ് ഓൾവേസ് ഗുഡ്. സോ അങ്ങനത്തെ ഒരു ഓപ്ഷനിൽ എപ്പോഴും സെലക്ട് ചെയ്യാം. സോ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആയിരുന്നു. ഇത് എത്ര പേർക്ക് അറിഞ്ഞിട്ടുണ്ടാവുന്നതല്ല. വേസറെക്സിന് എഫക്റ്റ് ആയ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഒരിക്കലും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.